ക്രിസ്തുവിൻ സേനവീരരെ, ഉയർത്തിയിടുവിൻ കൊടിയേ. ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. സത്യപാത കാട്ടിത്തന്നിടും, നീതിമാർഗമോദി തന്നിടും. സത്യപാത കാട്ടിത്തന്നിടും, നീതിമാർഗമോദി തന്നിടും. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർക്കലംബമേകിടും. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോറ്റിടുക. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോറ്റിടുക. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും. പാപത്തെ വെറുത്തു തൻഹിതം ചെയ്തു, രക്ഷകന്റെ പിൻ്റെ പോയിടാം. പാപത്തെ വെറുത്തു തൻഹിതം ചെയ്തു, രക്ഷകന്റെ പിൻ്റെ പോയിടാം. പോകനാം 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 പോകനാം, ക്രിസ്തുവിൻ്റെ പിൻ്റെ പോകനാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈ സംഭവം വ്യക്തമാക്കുന്നതാണ്. യേശു ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ച ശേഷം ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കരുതെന്ന് യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കിയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ യേശു കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് യേശു പത്രോസിനോട് അപേക്ഷിച്ചു. അങ്ങനെ യേശു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. മറ്റു പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറ് നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ആ സംഭവത്തിൽ എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദി മക്കൾക്കും അവണ്ണം തന്നെ സംഭ്രമം പിടിച്ചിരുന്നു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു. ഈ സമയത്തായിരുന്നു യേശു യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നതും അവർ പടകിനെയും അപ്പനായ സെബദിയെയും വിട്ട് യേശുവിനെ അനുഗമിച്ചത് എന്നുള്ള വിഷയം മത്തായി 4-18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലൂടെ അറിയുവാൻ സാധിക്കും. അങ്ങനെ കടൽപ്പുറത്ത് മെനക്കെട്ടിരുന്ന യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരിയിരിപ്പാനും ദൈവം മുഖാന്തരമാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വെച്ച് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാൻ മാറ്റപ്പെട്ടു. അതിനാലായിരിക്കും യേശു യോഹന്നാനും യാക്കോബിനും ഇടിമക്കൾ എന്ന് പേർ വിളിച്ചത്. യോഹന്നാൻ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, നാഥാ, ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കായകയാൽ അവനെ നിരോധിച്ചു.
എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവത്തിൽ കർത്താവെ, ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ ഏതാത്മാവിനാൽ എന്നെ അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാൻ അത്രേ വന്നതെന്ന് പറഞ്ഞു. അതിനാലായിരിക്കും യേശു യോഹന്നാൻ്റെ സുവിശേഷം 15:12 പറഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന്. യേശുവിനെ അധികമായി സ്നേഹിച്ചതും യേശുവിൻ്റെ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ ശിഷ്യന്മാരാണ് പത്രോസും യോഹന്നാനും യാക്കോബും. പെസഹ ഒരുക്കുവാൻ പത്രോസ് യോഹന്നാനും വെള്ളത്തിൽ യേശുവിനോടൊപ്പം നടക്കണമെന്നും നിനക്കങ്ങനെ ഭവിക്കരുത് എന്നും മാൽക്കോസിൻ്റെ കാതറപ്പാനും തള്ളിപ്പറയുവാനൊക്കെ മുൻപന്തിയിൽ പത്രോസും. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ വിഷയം അറിഞ്ഞ് പത്രോസും യോഹന്നാനും കൂടി ഓട്ടമത്സരത്തിൽ യോഹന്നാൻ ജയിച്ചു. യേശുവിൻ്റെ ക്രൂസിനരികിൽ യോഹന്നാൻ മാത്രമായിരുന്നു ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നത്. ആകയാൽ മറിയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നു. മറുവ മലയിൽ യേശു കൂട്ടിക്കൊണ്ടുപോയത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയാണ്. ഗലീല കടലിൽ വെച്ച് ഒന്നിച്ച് യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വിളിച്ചു ഇറക്കിയതും ഇവരെ 3 പേരെയും ഒരുമിച്ചായിരുന്നു. ദൈവശബ്ദം നേരിൽ കേട്ടവർ പഴയ നിയമ പ്രവാചകനായ ഏലിയാവിനെയും ന്യായപ്രമാണകർത്താവായ മോശയെയും വീണ്ടെടുപ്പുകാരനായ യേശുവിനെയും നേരിൽ കണ്ടവർ ഇവർ മാത്രം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയ സംഭവത്തോടനുബന്ധിച്ച് യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും മാത്രമേ കൂട്ടിക്കൊണ്ടുപോയുള്ളൂ. ബാക്കി ആരും ചെല്ലുവാൻ സമ്മതിച്ചില്ല. യേശു ഏറ്റവും സ്നേഹിച്ചതിൻ്റെ കാരണം അവർക്ക് വരുവാനുള്ള തീവ്രമായ വിഷയങ്ങൾ യേശു മുൻകണ്ടിരുന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു. എങ്കിലും മരണപ്പെടാത്തതിനാൽ പത്മോസിലേക്ക് നാട് കടത്തി. പ്രിയ ശ്രോതാക്കളെ, യേശു വിളിക്കുമ്പോൾ ആര് സകലവും വിട്ട് അനുഗമിക്കുമോ അവരെ മാറോട് ചേർപ്പാൻ യേശു വിശ്വസ്തനാണ്. മഹത്വവും അഗോചരവുമായ വിഷയങ്ങളെ ദൈവം തക്ക സമയത്ത് പ്രദർശിപ്പിച്ച് ക്രിസ്തുവിനായി ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.